സൂറത്തുൽ ബയ്യിനയിലെ 4 ആയത്തുകളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത്. ആ ആയത്തുകൾ പറഞ്ഞു വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് വരുമ്പോൾ വേദം നൽകപ്പെട്ട ആളുകൾ, അതുപോലെ ബഹുദൈവ വിശ്വാസികളായ സത്യനിഷേധികളായ ആളുകൾ അവർ അന്നുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആശയങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുപോയി. അവർക്ക് വേദം നൽകിയപ്പോഴാണ്, അവർക്ക് കൃത്യമായ തെളിവ് വന്നപ്പോഴാണ് അവർ അന്നുവരെയും ഞങ്ങൾക്ക് വാഗ്ദത്ത പ്രവാചകൻ വരാനുണ്ടെന്നും അതുപോലെ പരിശുദ്ധമായ ദീൻ അതിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചുമൊക്കെ അറിയാവുന്നവർ അവരുടെ ആശയങ്ങളിൽ നിന്ന് തന്നെ തെറിച്ചു പോവുകയും അള്ളാഹുവിൻ്റെ പ്രവാചകരെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തു. വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന. വ്യക്തമായ തെളിവ് വന്നതിന് ശേഷമല്ലാതെ അവർ ഭിന്നിച്ചു പോയിട്ടില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഈ സൂറത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം നമ്മോടുള്ള കൽപ്പനയും മുൻഗാമികളുടെ വേദത്തിൽ ഉണ്ടായിരുന്നതിനെക്കുറിച്ചും അല്ലാഹു തആല പറയുകയാണ്. മുൻഗാമികളായ ആളുകളുടെ എല്ലാ വേദത്തിലും ഉണ്ടായിരുന്നത് എന്താണ്? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മുൻഗാമികളായ തൗറാത്ത് കൊണ്ട്, ഇഞ്ചീൽ കൊണ്ട്, സബൂർ കൊണ്ടൊക്കെ അല്ലാഹു തആല ആദരിച്ച സമൂഹങ്ങൾ അവരുടെ വേദങ്ങളിൽ ഉണ്ടായിരുന്ന ആശയം തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിലും ഉള്ളത്. എന്തായിരുന്നു അവരുടെ വേദങ്ങളിൽ ഉണ്ടായിരുന്ന ആശയം? അവരുടെ വേദങ്ങളിൽ ഉണ്ടായിരുന്ന ആശയം ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക ആത്മാർത്ഥമായി. മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ ആത്മാർത്ഥമായി ആരാധിക്കുക എന്നുള്ളത് പറയാത്ത ഒരു വേദമോ ഒരു നബിയോ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ നബിമാരും, ഏടുകൾ നൽകപ്പെട്ടവരും കിതാബുകൾ നൽകപ്പെട്ടവരുമായ എല്ലാ പ്രവാചകന്മാരും, അതായത് അവരുടെയൊക്കെ കയ്യിലുള്ള വേദത്തിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് അവതരിച്ചതാണ്. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാനാണ് തൗറാത്ത് വന്നത്, ഇഞ്ചീൽ വന്നത്, സബൂർ വന്നത്, പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത്, മറ്റുള്ള നബിമാരുടെ ഏടുകൾ അവതരിച്ചതും അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയാനാണ്. അത് പറയാത്ത ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല, അത് പറയാത്തൊരു വേദവും ലോകത്ത് വന്നിട്ടും ഇല്ല. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുക, പിൽക്കാലത്ത് എന്ത് ചെയ്തു? പലരും അതിൽ പലതും കടത്തിക്കൂട്ടിയതാണ്. ഇപ്പോഴും പല വേദങ്ങളിലും എന്ത് കാണാം? ഏകനായ റബ്ബിനെ ആരാധിക്കുക എന്ന വാക്കുകൾ പലയിടത്തും കാണാം. ഏകനായ റബ്ബിനെ ആരാധിക്കണം എന്ന് പറയുന്ന വർത്തമാനങ്ങൾ പല വേദങ്ങളും, ഇത്രയൊക്കെ വെട്ടിത്തിരുത്തലുകളൊക്കെ വന്നതിന് ശേഷവും പല വേദങ്ങളിലും കാണാം. ഇസ്രായേലിയരെ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു വർത്താനം, അതായത് എൻ്റെയും നിങ്ങളുടെയൊക്കെ ദൈവം ഒന്നാണ് എന്ന് പറയുന്ന, അത് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിലും ഉണ്ട്. ഏകദൈവത്തിലേക്ക് സൂചിപ്പിക്കുന്ന, ഈ മഹാപ്രപഞ്ചത്തിന്റെ ഏകനായ സൃഷ്ടാവിലേക്ക് സൂചിപ്പിക്കുന്ന വചനങ്ങൾ ഇപ്പോഴും വേദങ്ങളിലുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മുൻകഴിഞ്ഞു പോയ വേദങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വർത്താനം നമുക്ക് പഠിക്കാനുള്ളതും അതാണ്. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക മുഖ്ലിസീന, ആത്മാർത്ഥമായി, കളങ്കരഹിതമായി, നിഷ്കളങ്കമായി ആരാധിക്കാനാണ്. വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആരാധന എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? അത് വളരെ നിഷ്കളങ്കമായിരിക്കണം, മറ്റൊരാളെ കാണിക്കാനല്ല. അതല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചെറിയ ശിർക്കിനെ ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, എന്താണ് നബിയെ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അവിടുന്ന് പറഞ്ഞത് അത് ലോകമാന്യതയാണ്, മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ട് അമൽ ചെയ്യുന്നതാണ്. അള്ളാഹു ആണല്ലോ ഈ അമലിന് പ്രതിഫലം തരേണ്ടത്. പക്ഷേ അള്ളാഹു അല്ലാതെ ഞാൻ നിസ്കരിക്കുന്ന ആളാണെന്ന് മറ്റുള്ള ആളുകൾ കാണട്ടെ, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണെന്ന് മറ്റുള്ള ആളുകൾ കാണട്ടെ, അല്ലെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കുന്ന ആളാണെന്ന് മറ്റുള്ള ആളുകൾ കാണുകയും അവരെന്നെക്കുറിച്ച് നല്ലത് വിചാരിക്കുകയും ചെയ്യട്ടെ എന്നൊക്കെ കരുതുന്ന കരുതൽ അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആർക്കും ഒരാളുടെ ഇബാദത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ സുബഹി നിസ്കരിച്ചു, അതിന് നമുക്ക് ആർക്കെങ്കിലും പ്രതിഫലം തരാൻ പറ്റുമോ? ഒരാൾക്കും അതിന് പ്രതിഫലം തരാൻ പറ്റും. അതിന് പ്രതിഫലം തരാൻ പറ്റുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുന്നത് വളരെയേറെ ഇഖ്ലാസോടുകൂടി, കളങ്കരഹിതമായി, നിഷ്കളങ്കമായിട്ടായിരിക്കണം. അല്ലാതെ എനിക്ക് തോന്നുന്ന സമയത്ത്, എനിക്ക് പറ്റുന്ന സമയത്തൊരു ഇബാദത്ത്, അങ്ങനെയല്ല. അള്ളാഹുവിനെ വളരെ ആത്മാർത്ഥമായി നാം ഇബാദത്ത് ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബാദത്തുകളിൽ ആ ആത്മാർത്ഥത എപ്പോഴും പുലർത്തണം.
കൽബിൽ ആ ഇഖ്ലാസ് എപ്പോഴും കൊണ്ടുവരണം. ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പവും ഉണ്ടാവാൻ വലിയ പ്രയാസമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് നൽകുമാറാകട്ടെ. അള്ളാഹു മുഖ്ലിസീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വിജയം നിനക്കാ മുഖ്ലിസാ നീ എങ്കിലേ എന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിൽ രേഖപ്പെടുത്തിയത് കാണാം. നീ ഇഖ്ലാസ് ഉള്ളവനാണോ അള്ളാഹു നിന്നെ വിജയിപ്പിക്കുമെന്നാണ്. അപ്പൊ ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് മാത്രമല്ല, ഈ ആയത്തിൽ നിന്നാണ് അമലുകൾക്ക് നിയ്യത്ത് വേണം എന്ന് മഹാന്മാരായ ഫുഖഹാ മസ്അല കണ്ടെത്തിയത് എന്ന് കാണാം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാരായ മുൻഗാമികൾ, മുജ്തഹിദുകളായ ഇമാമിങ്ങൾ ഒരു അമലിന് നിയ്യത്ത് വേണ്ടതിന്റെ പ്രാധാന്യവും അത് വേണം എന്നും മസ്അല തെളിവായി പിടിച്ചത് ഈ ആയത്തിൽ നിന്നാണ് എന്ന് മഹാന്മാരായ മുൻഗാമികൾ ഉദ്ധരിക്കുന്നത് കാണാം. നമ്മൾ ചിലപ്പോൾ 100 വട്ടം ഓതിയാലും അങ്ങനെ ഒരു ചിന്തയോ ഒരു മസ്അലയോ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാത്ത വയുഅത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഹനീഫികളാവുക എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാവുക എന്ന് മഹാന്മാരായ ഇമാമീങ്ങൾ പഠിപ്പിച്ചത് കാണാം. മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന് മില്ലത്ത് ഇബ്രാഹിമിനെ ഹനീഫ് എന്ന് രേഖപ്പെടുത്തിയത് കാണാം. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറഞ്ഞപ്പോൾ മാകാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. ഈ പ്രയോഗം നമ്മൾ വേറെ ഉപയോഗിക്കാറുണ്ട്. എവിടെയാ? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി, അല്ലേ? അതിങ്ങനെ ഓതി വരുമ്പം ഹനീഫൻ മുസ്ലിമൻ എന്ന പ്രയോഗം. ഹനീഫികളാവുക, ഒന്ന് തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. 2, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി മതത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്ന രൂപം, ആ രൂപം മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കളും അവസാനം വന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞത് ഒരേ ആശയമാണ്. ഈസാ നബി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരാശയം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല. അടിസ്ഥാനം എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. ശരീഅത്തിൽ ചില മാറ്റങ്ങൾ വന്നു എന്നേ ഉള്ളൂ. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയാത്തൊരു നബിയും വന്നില്ല. അതുപോലെ പ്രവാചകത്വം പറയാത്ത പ്രവാചകന്മാർ വന്നില്ല. അപ്പൊ ലോകത്ത് വന്ന നബിമാരൊക്കെയും ഇത് പറയുകയും ഇത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തവരാണ്. അപ്പൊ ഹനീഫിയായ ഒരു പാരമ്പര്യം പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട്. ആ പാരമ്പര്യം ഏതാണ്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രവാചകൻ മുതൽ ഇങ്ങോട്ട് അവസാനത്തെ പ്രവാചകൻ വരെ നീണ്ടു കിടക്കുന്ന ഒരു പാരമ്പര്യം. അവരവരുടെ ശരീഅത്തുകളിൽ ചില നിയമങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അതാത് കാലങ്ങൾക്കനുസരിച്ചുള്ള ശരീഅത്തിന്റെ നിയമങ്ങളിൽ വ്യത്യാസം വന്നു. അടിസ്ഥാനം അപ്പോഴും ഇസ്ലാമിന് ഒന്നു തന്നെയാണ്. ഇബ്രാഹിം നബി പറഞ്ഞതും ഇസ്മായിൽ നബി പറഞ്ഞതും അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്ത് വന്ന എല്ലാ നബിമാരും പറഞ്ഞത് ഒരു ശരിയായ പാതയെക്കുറിച്ചാണ്, ഒരു റബ്ബിനെ കുറിച്ചാണ്, അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിനെ കുറിച്ചാണ്. അപ്പോൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. വീണ്ടും ആ ആയത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആരാധനകൾ വേണം, അത് അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി നിർവഹിക്കണം. വയുഖീമുസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തണം. വയുഖീമുസ് സ്വലാത്ത വയുഅത്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. നിസ്കാരം നിലനിർത്താൻ വേണ്ടി മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകിയിട്ടുണ്ട്. അവരുടെ കിതാബുകളിലൊക്കെ നിസ്കാരത്തെക്കുറിച്ചുള്ള വർത്തമാനമുണ്ട്. സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട് അവിടുന്ന് നിസ്കാരത്തിന്റെ ആളായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ദുആ, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയത്തി, നിസ്കാരം നിലനിർത്തുന്നവരാലാക്കണമേ റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും എന്ന് സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവിടുന്ന് ഇങ്ങോട്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരമുണ്ട്. നബിമാരൊക്കെ നിസ്കാരം നിലനിർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കാലത്ത് വളരെ കൃത്യമായി പഠിക്കേണ്ട ഒരു ആയത്താണ് വയുഖീമുസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തുക. നിസ്കരിക്കുക എന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുക. അത് അയാളെ നമുക്ക് നിസ്കരിക്കുന്ന ആളെന്ന് പറയാം. ലോഹറിനുണ്ടായിരുന്നു, അസറിന് കണ്ടില്ല. പിന്നെ മഗ്രിബിന് അയാൾ ഇഷ്ടം പോലെ വന്നു, പിന്നെ ഇശായിന് വന്നു, ചിലപ്പോൾ സുബൈക്ക് ഉണ്ടാവും. അതിങ്ങനെ എന്ത് ചെയ്യാ, തോന്നുമ്പോൾ സല്ലി പറയല്ലോ, തോന്നുമ്പോൾ സല്ലി, തോന്നുമ്പോൾ നിസ്കരിക്കുക. അതല്ല, നിസ്കാരം നിലനിർത്തുക. അള്ളാഹു അതിന് നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. അതാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. നിലനിർത്തുന്നതും എപ്പോഴെങ്കിലും ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു കാര്യം നിലനിർത്തുക, സ്ഥിരമായി ചെയ്യുക, അത് നിലനിന്ന് കിട്ടണം. വയുഖീമുസ് സ്വലാത്ത, നിസ്കാരം നിലനിർത്തുന്നവർ. വയുഅത്തുസ് സകാത്ത, സകാത്തിനെ കൊടുത്തു വീട്ടുന്ന ആളുകൾ, നൽകുന്ന ആളുകൾ.
വയുത്തു സക്കാത്ത. നമ്മൾ പലപ്പോഴും നിസ്കാരത്തിന്റെ കൂടെ നോമ്പിനെ കുറിച്ച് പറയാറുണ്ട്, പക്ഷേ സക്കാത്തിനെ കുറിച്ച് പലപ്പോഴും മറന്നു പോകാറുണ്ട്. സക്കാത്തിനെ കുറിച്ച് ഗൗരവമായി നമ്മൾ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെയൊക്കെ മേൽ നിർബന്ധമായ സക്കാത്തുകൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ അവകാശികളിലേക്ക് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിസ്കാരങ്ങളും ഇബാദത്തുകളും ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ സക്കാത്ത, അപ്പൊ നിസ്കാരം നിലനിർത്തൽ, സക്കാത്ത് കൊടുക്കൽ, വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് വക്രതയില്ലാത്ത മതം, അതാണ് ശരിയായ ദീൻ എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ആയത്തിന് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത്? ചില ആളുകൾ പറയാറുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് കൽബിലാണ്, പിന്നെ നിസ്കാരവും നോമ്പും ഒന്നും വേണ്ട. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് കൽബിലാണ്, പിന്നെ നിസ്കാരവും നോമ്പും ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കുക കൂടി ചെയ്യണം. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതു സക്കാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ദീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി. ഈമാൻ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ വെറും കൽബിലെ വിശ്വാസം മാത്രമല്ല, അതിന്റെ പ്രകടനമാണ്. കൽബിൽ വിശ്വാസമുണ്ട് എന്നതിന്റെ അടയാളമാണ് നിസ്കാരം. കൽബിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് സക്കാത്ത്. കൽബിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് ഹജ്ജ്. കൽബിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് നോമ്പ്. കൽബിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ച അമലുകൾ ചെയ്യുക എന്നുള്ളത്. അല്ലാതെ എനിക്ക് ഭയങ്കര ഈമാനാ പക്ഷെ ഞാൻ സുബഹി നിസ്കരിക്കൂല എന്ന് പറഞ്ഞാല് ആ ഈമാൻ കൊണ്ട് തോട്ടിക്കളയാനേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ഈമാനാണ്, ഞാൻ എന്ത് ചെയ്യില്ല, സുബഹി നിസ്കരിക്കൂല. പണ്ടൊരാൾ പറഞ്ഞ എനിക്ക് വാപ്പയെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വാപ്പ പറയുന്നതൊന്നും ഞാൻ കേൾക്കൂല. വാപ്പയെ ഭയങ്കര ഇഷ്ടമാണ്, വാപ്പ പറയുന്നതൊന്നും ഞാൻ കേൾക്കൂല. അപ്പൊ അത് വാപ്പാനോടുള്ള സ്നേഹമല്ല, ദ്രോഹമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, ദീനിനെ ഇഷ്ടപ്പെടുന്നു. ദീൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പല ആളുകളും പലതരത്തിലുള്ള ചിന്തകളിലേക്കായി പോയിട്ട് ദീനിനെ കളയുന്ന സാഹചര്യമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഓർക്കാനുള്ളതല്ലേ, അള്ളാഹുവിനെ ഞാൻ ഒരിക്കലും മറക്കാറില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കാറുമില്ല. ഈ അടുത്ത സമയത്ത് ഇന്റർനെറ്റിൽ ആൾ പ്രസംഗിക്കുന്ന കേട്ടാ, അള്ളാഹുവിനെ ഓർക്കാനല്ലേ നിസ്കരിക്കുന്നത്, ഞാൻ അള്ളാഹുവിനെ മറക്കാറുമില്ല അതുകൊണ്ട് നിസ്കരിക്കാറുമില്ല എന്ന് പറഞ്ഞേ. പടച്ചവനെ മറക്കാറുമില്ല, നിസ്കരിക്കാറുമില്ല. അത് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ അപകടമാണ്. ജനങ്ങളുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന പലരും ആത്മീയ മാർഗങ്ങൾ, തരീക്കത്തുകൾ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചെന്ന് ചാടുന്ന ചില അപകടങ്ങൾ കാണാം. ഞങ്ങൾ തരീക്കത്തിലുള്ള ആളുകളാണ്. തരീക്കത്തിൽ എന്താ ഉള്ളത്? തരീക്കത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ പൂർത്തീകരണമാണ് അതിലൂടെ ഉണ്ടാവേണ്ടത്. മറിച്ച് നിസ്കാരം നഷ്ടപ്പെടുത്തി കളയുക, നിസ്കാരത്തിന്റെ ബഹുമാനം നഷ്ടപ്പെടുത്തി കളയുക, അമലുകൾ പൊളിച്ചു കളയുക, ഇങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, ഇതാണ് വക്രതയില്ലാത്ത മതം. നമ്മളെപ്പോഴും മനസ്സിൽ കുറിക്കുക, നിസ്കാരം ഇല്ലാത്ത ഒരാത്മീയ മാർഗമോ ഒരു ഇസ്ലാമോ ഒരു ഈമാനോ ഇല്ല. സാധാരണക്കാരായ ആളുകൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അള്ളാഹു പറഞ്ഞ അമലുകളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു ആത്മീയ മാർഗമില്ല. അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് നീര് കെട്ടുന്നത് വരെ രാത്രിയിൽ നിസ്കരിച്ചു അള്ളാഹുവിലേക്ക് അടുക്കാൻ. എന്നിട്ടാ പിന്നെ വന്ന ആളുകൾ പറയും നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ച് നോക്കും അതിന്റെ. അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ആളുകളാണ്. നമ്മുടെ മുൻഗാമികൾ ജീവിച്ചിരുന്ന ഒരു പാരമ്പര്യവും മുൻകഴിഞ്ഞ വേദങ്ങൾ പറഞ്ഞ പാരമ്പര്യവും എല്ലാം നിസ്കാരം നിലനിർത്തുന്ന പാരമ്പര്യമാണ്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ശരിയായ ദീൻ. അപ്പൊ നിസ്കാരം വേണം, സക്കാത്തും കൊടുക്കണം. സക്കാത്തും നമ്മൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് സക്കാത്തിനെ കൃത്യമായി എത്തിക്കുന്നവരായിരിക്കണം. അതാണ് ശരിയായ ദീൻ. നിസ്കാരം നിലനിർത്തുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളെ നിസ്കാരമുള്ളവരാക്കി മാറ്റണം. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി. മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ മക്കളെ നിസ്കാരം നിലനിർത്തുന്നവരാലാക്കണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് കാണാം. അപ്പൊ നമ്മുടെ മക്കളെയും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം. സുബൈക്ക് നമ്മുടെ മകനെ വിളിച്ചുണർത്തണം, നിസ്കരിക്കാൻ പ്രേരിപ്പിക്കണം. നിസ്കാരത്തോടുള്ള മഹബത്ത് അവരുടെ കൽബിൽ ഇട്ടുകൊടുക്കണം. കാരണം അത് നഷ്ടപ്പെട്ടാൽ ജീവിതത്തിന്റെ സന്തോഷങ്ങളും വിജയങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നഷ്ടപ്പെടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ വീണ്ടെടുക്കുകയും വേണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുഖീമുസ്സലാത്ത്, യുഖീമൂനസ്സലാത്ത, യുഖീമുസ്സലാത്ത. അതുപോലെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിൽ നോക്കൂ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹുവിന്റെ കലാം പറയുന്നുണ്ട്, ഭയഭക്തിയുള്ള നിസ്കാരക്കാരാണ് വിജയിച്ച ആളുകൾ. വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ. നിസ്കാരത്തെ സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന ആളുകൾ, അവരാണ് വിജയിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിസ്കാരം ഖളാ വീട്ടാനുള്ളത് ഖളാ വീട്ടണം.
അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പുതിയ ഗവേഷണങ്ങൾ, പഠനങ്ങൾ, അല്ലെങ്കിൽ ഈ പുതിയ ഇൻ്റർനെറ്റൊക്കെ കണ്ടിട്ട് പല ചെറുപ്പക്കാരും നിസ്കാരം കളായാൽ പിന്നെ അത് വീട്ടേണ്ടതില്ല, പോയതങ്ങോട്ട് പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന കാലമാണ്. നമ്മുടെ ഫുഖഹാ, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഖലാ ആയി പോകുന്ന നിസ്കാരം അത് ഖലാ ആയാൽ അത് വീണ്ടെടുക്കാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഉത്സാഹം കാണിക്കണം. നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചും അത് വീണ്ടെടുക്കാൻ, അതായത് അത്യാവശ്യ ഉപജീവന മാർഗങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി സമയമുള്ളപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ വീണ്ടെടുക്കലാണ്. അപ്പൊ ഖലാ വീട്ടേണ്ടതില്ല എന്ന വാദം അബദ്ധവാദമാണ്. പിൽക്കാലത്ത് പലരും പറഞ്ഞുണ്ടാക്കിയ വാദമാണ് നിസ്കാരം പോയാൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ളത്. അത് ശരിയല്ല. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ അതിനുത്തരം പറയേണ്ടി വരും. ആ ഗൗരവം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ മക്കൾക്ക് നിസ്കാരം നിലനിർത്താനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പരിശുദ്ധമായ ഖുർആൻ 6-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്നും വേദക്കാരിൽ നിന്നും അഹ്ലി കിതാബുകാരിൽ നിന്നും സത്യനിഷേധികളായ ആളുകൾ അവർ നരകത്തിലാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫീനാരി ജഹന്നമ ഖാലിദീന ഫീഹാ, അതിൽ അവർ നിത്യവാസികളായിരിക്കും. സ്ഥിരമായി അവർ ആ നരകത്തിൽ നിത്യമായി വസിക്കുന്ന ആളുകളായിരിക്കും. അള്ളാഹു നരകത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ തീർച്ചയായും ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. അപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും ഈ സൃഷ്ടാവിനെ നിഷേധിച്ചു കളയുക, അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിച്ചു കളയുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക, മുഖ്ലിസീങ്ങളാകാതിരിക്കുക, ഈ അപരാധങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ നരകത്തിലായിരിക്കും എന്ന് മാത്രമല്ല, ആ നരകത്തിൽ നിതാന്തമായ വാസം അവർക്കുണ്ടായിരിക്കും. ദുനിയാവിലെ ശിക്ഷകളിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. ദുനിയാവിൽ ശിക്ഷകൾക്കിടയിൽ പരോള് കിട്ടാൻ സാധ്യതയുണ്ട്, ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട്. ജയിലിലാണെങ്കിൽ തന്നെ ജയിലിൽ അടച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അയാൾക്ക് എപ്പോഴും ചിലപ്പോൾ മർദ്ദനം ഏറ്റുകൊള്ളണമെന്നില്ല, 24 മണിക്കൂറും അയാളെ മർദ്ദിക്കണം എന്നില്ല. അയാൾ ജയിലിൽ അടച്ചിരിക്കുന്നു എന്നുള്ളതൊരു ശിക്ഷയാണെങ്കിലും അയാൾക്ക് ചിലപ്പോൾ റിലാക്സിനുള്ള സമയങ്ങളൊക്കെ കിട്ടും, ചിലപ്പോൾ പരോളും കിട്ടും. വലിയ കുറ്റം ചെയ്ത ആളുകൾ ഒരിടയ്ക്ക് വന്ന് എന്ത് ചെയ്യും? പരോളിൽ ഇറങ്ങിയിട്ട് പോകുന്നതാണ്. പരോളിൽ ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. ഇതൊന്നും നരകത്തിലില്ല. ഖാലിദീന ഫീഹാ അബദ. അവിടുത്തെ ശിക്ഷയ്ക്ക് ഒരു ഇളവുമില്ല, ഒരു പരോളുമില്ല. പലപ്പോഴും നമ്മൾ സുബഹിക്കൊക്കെ ഓതാറുണ്ടല്ലോ, മാന്യമായതൊന്നും ഇല്ലാത്ത ഇടമാണ് നരകം എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും നമുക്ക് പരിചയമുള്ളവരെയും ഒക്കെ അള്ളാഹു നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്ന് മാത്രമല്ല, ഉലൈക ഹും ശർറുൽ ബരിയ. അവസാനിപ്പിക്കുന്നു, നമ്മളെ ക്ലാസ് 20 മിനിറ്റ് ആകുന്നു. ഉലൈക ഹും ശർറുൽ ബരിയ. ഈ അള്ളാഹുവിനെ നിഷേധിച്ചു കളഞ്ഞ ഈ സത്യനിഷേധികളായ ആളുകൾ, അഹ്ലു കിതാബുകാരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നുമൊക്കെയുള്ള വേദക്കാരിൽ നിന്നുമൊക്കെയുള്ള സത്യനിഷേധികളായ ഈ ആളുകൾ, അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവരാണ് സൃഷ്ടികളിൽ മോശപ്പെട്ട ആളുകൾ. അള്ളാഹുവിന് ലോകത്ത് ഒരുപാട് സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ അള്ളാഹുവിനെ അംഗീകരിക്കാതെ, അവനെ പടച്ച റബ്ബിന്റെ ഏകത്വത്തെയും ബഹുമാനത്തെയും അളമത്തിനെയും അവന്റെ വലിപ്പത്തെയും തൗഹീദിനെയും ഒക്കെ തള്ളിക്കളഞ്ഞ ആളുകളാണ്. അവരാണ് ലോകത്തെ ഏറ്റവും അധമന്മാരായ മോശക്കാരായ സൃഷ്ടികൾ. അത് പഠിക്കാൻ കൂടിയാണ്, മനസ്സിലാക്കാൻ കൂടിയാണ്. സൃഷ്ടിച്ച റബ്ബിനെ തന്നെ തള്ളി പറയാന്ന് പറഞ്ഞാൽ അതിലും വലിയ അപരാധം വേറൊന്നും വരാനില്ല. അപ്പൊ ഈ ലോകത്ത് കാണുന്ന ജീവജാലങ്ങളോ, അതൊക്കെ നമ്മളെക്കാൾ നല്ല സാധനങ്ങളാണ്, അതൊക്കെ നമ്മളെക്കാൾ നല്ലതാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഈ മഹാപ്രപഞ്ചത്തിൽ മനുഷ്യനൊഴികെയുള്ള സകലതും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. എല്ലാ അള്ളാഹുവിനെ വണങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ജീവജാലങ്ങളാണ് ലോകത്തുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, ചില കല്ലുകളുണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവയിൽ നിന്ന് വെള്ളം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു, ജലം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് അള്ളാഹുവിനെ പേടിച്ച് കരയുകയാണ്. അപ്പൊ ഈ ഭൂമി ലോകത്തെ എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും അധമൻ, മോശക്കാരൻ, മോശപ്പെട്ടവൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അത് മാത്രമല്ല, വ്യക്തമായി അവർ മനസ്സിലാക്കിയിട്ടും റബ്ബിനെ തള്ളിക്കളയാം. ഒരു കാര്യം വ്യക്തമായിട്ടും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക. അത്തരം ആളുകൾ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിഷ്കളങ്കമായി ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.
ബഹുമാനപ്പെട്ട സയ്യിദുനാ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പുഴു, ഞാൻ നേരത്തെ ഒരു സുബഹിൻ്റെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം ഇരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ ഒരു ചെറിയ പുഴു ഇങ്ങനെ ഇഴഞ്ഞഴഞ്ഞു പോവാണ്. അപ്പോൾ ഉടനെ ദാവൂദ് നബി അലൈഹിസ്സലാമിന് തോന്നി, പടച്ചവനെ ഇതിനെയൊക്കെ എന്തിനാ പടച്ചതെന്ന്, ഈ സാധനത്തിനെയൊക്കെ എന്തിനാണ് പടച്ചത്? ഇതിനെ കാണാനും ഒരു ചേലുമില്ല, ഇതിനെ കൊണ്ടിട്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ല. ഉടനെ അല്ലാഹു തആല ആ പുഴുവിന് സംസാരിക്കുവാനുള്ള അനുമതി നൽകി. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഉറുമ്പ് സംസാരിച്ച സംഭവം ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ആ പുഴു സംസാരിച്ചു. ഓ നബിയുല്ലാഹി ദാവൂദ്, അങ്ങ് എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? അപ്പം ദാവൂദ് നബി അലൈഹിസ്സലാം അമ്പരന്ന് പോയി, പടച്ചോനെ ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ആ പുഴു ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അറിയുമോ ദാവൂദ് അലൈഹിസ്സലാം, ഒരു ദിവസം 3000 തസ്ബീഹ് ഞാൻ അള്ളാഹുവിന് ചൊല്ലുന്നുണ്ട്. 3000 തസ്ബീഹ് ഞാൻ ഇങ്ങനെ, ഈ ചെറിയ പുഴു, നിങ്ങൾ വിചാരിച്ചല്ലോ എന്തിനാ ഇതിനെ പടച്ചത്, ഇങ്ങനെ എഴഞ്ഞ് നീങ്ങുന്ന, കാണാനൊരു ചേലുമില്ലാത്ത, ആളുകൾ കണ്ടാ തട്ടിക്കളയുന്ന ഈ ഒരു നിസ്സാര ജീവി, അറിയുമോ ദാവൂദ്, ഞാൻ അള്ളാഹുവിന് 3000 തസ്ബീഹ് ഒരു ദിവസം ചെല്ലുന്നുണ്ട്. നമ്മുടെ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ 3000 തസ്ബീഹ് ചെല്ലുന്നത്? അപ്പോൾ ഒരു ചെറിയ പ്രാണി പോലും അള്ളാഹുവിന്, ഖുർആൻ അതല്ലേ പറഞ്ഞു, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഈ മഹാപ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുകയാണ്. അതൊക്കെ റബ്ബിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണ്. ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ്? അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞവൻ, അവനെ ഇബാദത്ത് ചെയ്യാത്തവൻ, അവനെ ബഹുമാനിക്കാത്തവൻ, മാനിക്കാത്തവൻ. അള്ളാഹു ആ കൂട്ടത്തിലൊന്നും നമ്മെ ചേർക്കാതിരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ, റഹ്മാനായ റബ്ബെ, ഞങ്ങളെ നീ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ നീ മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും നീ നിസ്കാരം നിലനിർത്തുന്നവരാലാക്കണമേ അല്ലാ. സക്കാത്ത് കൊടുത്തു വീടുന്നവരാക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ സ്വർഗം കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ദീനുൽ ഖയ്യിമ എന്ന് നീ പറഞ്ഞ ശരിയായ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ നൽകണേ അല്ലാ. പടച്ചവനെ, നീ മോശപ്പെട്ട ആളുകളെ വലിച്ചെറിയുന്ന നരകം, അള്ളാഹുവെ, ഞങ്ങളെ ആരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾക്ക് പരിചയമുള്ളവരെയും ഒരാളെയും നീ അതിലേക്ക് എത്തിക്കല്ലേ റബ്ബേ. ഞങ്ങളെ ആരെയും നീ നരകത്തിലാക്കല്ലേ റബ്ബേ. ഞങ്ങളെ നീ സ്വർഗത്തിലാക്കാൻ തരണമേ റഹ്മാനെ. നരകത്തെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ശരീരങ്ങളെയും എല്ലാം നീ കാക്കണേ ഒരു നിമിഷം പോലും നരകത്തിലെത്തുന്നൊരു സാഹചര്യം ഞങ്ങൾക്കാർക്കും നൽകല്ല സൂറത്തുൽ ബയ്യിനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നരകമോചിതരിൽ നീ ഇടം നൽകണേ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ രോഗങ്ങളെ ശിഫയാക്കണേ ഞങ്ങളുടെ ജീവിതങ്ങൾ ബറക്കത്തിലാക്കണേ ഞങ്ങൾ ഈ പറഞ്ഞ ഖുർആൻ ഞങ്ങൾക്ക് 2 ലോകത്തും ഷാഫിആക്കണേ വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്